യെസ്, തൃശൂർ നഗരഹൃദയത്തിൽ പുലികൾ പുലിമടയിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്നിരിക്കുന്നു. ഇത് ലോകത്തിൽ ഇത്തരത്തിലൊരു കാഴ്ച അത് കേരളത്തിൽ തൃശ്ശൂരിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ രീതിയിൽ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പുലികളി ഉണ്ടെങ്കിലും ഇത് തൃശ്ശൂരിന്റെ മാത്രം പുലികളിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. അത് നമുക്ക് ഈ വർഷങ്ങളായി നമ്മൾ കാണുന്ന കാഴ്ചകൾ അത് ശരിവെക്കുന്നുമുണ്ട്. ഇതാ ഇപ്പോൾ ഏറ്റവും മികച്ച പുലി സംഘം ഏതാണ്, ഏറ്റവും നല്ല താളത്തിൽ പോകുന്ന പുലി സംഘം ഏതാണ്, ഏറ്റവും നല്ല ഡിസൈനുള്ള പുലി ഏതാണ്, ഏറ്റവും നല്ല ചായം തേച്ച പുലി ഏതാണ്, അങ്ങനെ ഒരുപാട് കാറ്റഗറികളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഒരുപാട് കെട്ടുകാഴ്ചകളുണ്ട് ഈ ഘോഷയാത്രയുടെ ഭാഗമായി. അതിലൊക്കെ ഏറ്റവും നല്ല ആശയമുള്ള ഏറ്റവും മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന പ്ലോട്ടുകൾക്കായിരിക്കും ഒന്നാം സമ്മാനം ലഭിക്കുക. സുജിത്ത് അയ്യപ്പത്ത് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുജിത്ത് ഇപ്പോൾ ഏത് സംഘത്തിനൊപ്പമാണ് ഉള്ളത്? എന്താണ് ഇപ്പോൾ തൃശ്ശൂരിന്റെ ആകെ മൊത്തത്തിലൊരു മൂഡ്? ഒപ്പം തന്നെ ഇപ്പോൾ ഏതാണ്ട് 5:40 ആയിരിക്കുന്നു. ഇനിയിപ്പോൾ മെല്ലെ ഇരുട്ട് പരന്നു തുടങ്ങും. അപ്പോഴത്തേക്കും പുതിയ വെറൈറ്റികൾ ഉണ്ടാകും എന്നാണ് കരക്കമ്പി കേൾക്കുന്നത്. എന്താണ് അതിന്റെ അവസ്ഥ? തെക്കേ ഗോപുര നടയിൽ തന്നെയാണ്. പൂരം പെയ്തിറങ്ങുന്ന കുടമാറ്റം നടക്കുന്ന അതേ തെക്കേ ഗോപുര നടയിലാണ് ഞാനുള്ളത്. ഇപ്പോൾ ഒരു ഇടവേളയുണ്ട്. അതായത് വെളിയന്നൂർ ദേശം കോർപ്പറേഷൻ റോഡിലൂടെ കടന്നു വന്ന് ഇത് നേരെ നടുവിലാൽ നായ്ക്കനാൽ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റ് ദേശങ്ങൾ, അതായത് പാട്ടുരാക്കിലും യൂരും ഉൾപ്പെടെയുള്ള ദേശങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കടന്നു വരും. ആ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ളൊരു ഇടവേള മാത്രമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു ജനബാഹുല്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പൂരം കഴിഞ്ഞാൽ പുലികളി കഴിഞ്ഞാൽ പൂരം എന്നുള്ളതാണ് തൃശ്ശൂരിന്റെ ഒരു ആവേശം, തൃശ്ശൂരിന്റെ ഒരു വൈബ്, തൃശ്ശൂരിന്റെ ഒരു മേളം. അത് തന്നെയാണ്. ആ ആവേശം പ്രകടമാകുന്ന വിധത്തിൽ തന്നെയാണ് ആളുകൾ ധാരാളമായിട്ട് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല ദേശങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വൻ രീതിയിലുള്ള ഒരു തിരക്ക് നമുക്ക് മുൻ വർഷങ്ങളെല്ലാം തന്നെ അപേക്ഷിച്ച് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. പൂരം കാണുമ്പോൾ തന്നെ അതേ പകിട്ടോടുകൂടി തന്നെ ഇതിനെ ആസ്വദിക്കുകയാണ്. അത്രമാത്രം വലിയ രീതിയിലുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഓരോ ദേശങ്ങൾ 9 ദേശങ്ങൾ, ഓരോ ദേശങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് കടന്നു വരുന്ന ആ ഒരു വർണ്ണാഭമായ കാഴ്ച, ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുലിത്താളം എന്ന് പറയുന്നത് പ്രത്യേക താളം തന്നെയാണ്. അത് വലന്തലച്ചണ്ടയിലും ഇണന്തലച്ചണ്ടയിലും ഒപ്പം തന്നെ ഇലത്താളവും സമ്മേളിക്കുന്ന അത്രമേൽ സുന്ദരമായ, അത്രമേൽ മനോഹരമായ ഒരു കാഴ്ച ആണ് അത്. അതിന് ആ താളത്തിനൊത്താണ് പുലികൾ ചുവടുവെക്കുന്നത്. ഒരുപക്ഷെ ഈ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഹാഷ്മി പറഞ്ഞത് എങ്ങനെയാണ് ഈ ഇതിനകത്ത് ഉലക്ക എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് ഇതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചരിത്രത്തിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. അത് മാറി 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 അത് ലോപിച്ച് അതിന്റെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആധുനിക കാലത്തെ പുലിക്കളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാലത്ത് അത് ഉലക്ക ചേർത്ത് വെച്ച് കെട്ടി അതിൽ കയറുകൊണ്ട് ബന്ധിച്ച് അങ്ങനെ അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ഉലക്ക വെച്ചുള്ള കളി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായ ചരിത്രം. ആ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഉലക്കമേലുള്ള കളി അതൊരു വിശ്വാസപ്പൊരുൾ പോലെ കൊണ്ടു നടക്കുന്നു മനുഷ്യർ എന്നുള്ളതാണ്. അത് സംഭവിക്കുമെന്നുള്ളതാണ് ഈ ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അയ്യന്തോൾ ദേശമടക്കം അത്തരം പ്രയോഗങ്ങൾ ഈ കാലത്തും നടത്തിയിട്ടുണ്ട്. കാലം മാറി, ആ കാലം മാറിയതിനനുസരിച്ച് പുലികളുടെ രീതിയും മാറി, പുലികളുടെ വേഷം കെട്ടൽ മാറി. അങ്ങനെ ഒരുപക്ഷെ ഇപ്പോൾ ഇത്രയ്ക്കധികം വയറിനെ ആദരിക്കുന്ന, വയറുള്ളവരെ ബഹുമാനിക്കുന്ന, അതൊരു വലിയ ബഹുമാനം നൽകുന്ന ഇത്തരമൊരു കലാമേള ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകില്ല. അത് ഒരുപക്ഷെ തൃശ്ശൂരിന് മാത്രം അവകാശപ്പെട്ടതാണ്. പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തുന്നു, ഇവിടെ വരുന്നു, കാണുന്നു. എവിടെ നിന്ന് വരുന്നു? ഇപ്രാവശ്യം നല്ല എല്ലാം വർഷത്തെക്കാട്ടും നല്ല ഒരു പുലിക്കളിയാണ്. ഇപ്രാവശ്യം വനിതകൾ കൂടുതലുണ്ട് പുലികളി കാണാൻ. വനിതകളുണ്ട്, കളിക്കാനുണ്ട് പുലിയിൽ. അതിൻ്റെ ആവേശമുണ്ട്. അതെ, നല്ലൊരു മാറ്റമാണ് ഇത്. ഞാൻ ഇപ്പോൾ കുറേ വർഷങ്ങളായി വരുന്നു. എല്ലാം കൊല്ലം ഞാൻ ഒരാളാണ്. ഹാപ്പിയാണ്. ഹാപ്പിയാണ്. കാരണം പുലികളി കണ്ടാൽ സ്വാഭാവികമായും മനുഷ്യർ ഹാപ്പിയാവും. കാരണം ആ ചൂടൊക്കെ വെച്ച് ആളുകളുടെ ആവേശം അത് പ്രകടമാകുന്ന വിധത്തിൽ 51 പേരടങ്ങുന്ന ഓരോ സംഘങ്ങളായി അങ്ങനെ 450ഓളം പുലികളാണ് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിനെ, വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അതിന്റെ ചുറ്റുഭാഗം എന്ന് പറയുന്നത് ഒരു റൗണ്ടാണ്, ഒരു വട്ടമാണ്. ആ വട്ടത്തിനകത്ത് പുലികൾ ഇങ്ങനെ ചുവട് വെക്കുന്ന ആ ഒരു കാഴ്ച അത്രമേൽ ആനന്ദകരമാണ്. സ്വാഭാവികമായും ആളുകൾ ഇവിടേക്ക് എത്തും. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.